പാലക്കാട്ടേക്ക് ഉറ്റുനോക്കാത്ത ഒരു മാധ്യമ പ്രവർത്തകനോ രാഷ്ട്രീയക്കാരനോ ഇല്ല എന്നല്ല, പാലക്കാട്ടേക്ക് ഉറ്റുനോക്കാത്ത ജനങ്ങളില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നതാകും കൂടുതൽ ശരി. 4 കാരണങ്ങളാണ് ഇതിന് പിന്നിലുള്ളത്. 1 രാഹുൽ മാങ്കൂട്ടം, 2 രമേശ് പിഷാരടി, 3 ശോഭാ സുരേന്ദ്രൻ, 4ാമത്തേതും അവസാനത്തേതുമെന്നാൽ 1ാമത്തേതുമായ ഷാഫി പറമ്പിൽ. മാങ്കൂട്ടമുണ്ടാക്കിയ സകല കറുത്ത പുകകളെയും മാറ്റാൻ പിഷാരടിക്കാവുമോ എന്ന ചോദ്യം ഏറെക്കാലം പാലക്കാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള കാരണമായി. മാങ്കൂട്ടം അസറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിറക്കിയിട്ടിപ്പോൾ എന്തായി? അതുകൊണ്ട് ഇനിയും സ്ഥാനാർത്ഥി നിർണയം ഷാഫിക്ക് വിട്ടുകൊടുക്കരുത് എന്നൊക്കെയുള്ള ചെറിയ പൊട്ടലും ചീറ്റലുമൊക്കെ പാർട്ടിക്കുള്ളിൽ നിന്നുണ്ടായെങ്കിലും ഒടുക്കം ഷാഫിയിൽ തന്നെ വിശ്വാസം അർപ്പിച്ച് ഹൈക്കമാൻഡ് പിഷാരടിയെ കൊണ്ട് പാലക്കാട് ഇറങ്ങി. പിന്നീട് കണ്ടത് ഷാഫിയുടെ രാഷ്ട്രീയ മികവും ആ മികവിനോടൊപ്പം നിൽക്കാൻ കഴിയുന്ന പിഷാരടിയുടെ പക്വതയുമായിരുന്നു. ഇതോടെ BJPയുടെ A ക്ലാസ് മണ്ഡലമായ പാലക്കാട് BJP ശോഭാ സുരേന്ദ്രൻ എന്ന അവരുടെ കരുത്തുറ്റ നേതാവിനെ കൊണ്ടിറക്കി. പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടത്തിൽ ഗ്രൗണ്ട് ലെവൽ പണിയെടുത്ത് ശോഭ കത്തിക്കയറിയെങ്കിലും അവസാന ലാപ്പിൽ എല്ലാം മാറി മറിഞ്ഞു. ഒറ്റ മണിക്കൂറിൽ കളി മാറ്റി ഷാഫി. സെക്കൻഡുകൾക്കുള്ളിൽ ശോഭ തെറിച്ചു എന്ന് പറയേണ്ടി വരും വിധമാണ് കാര്യങ്ങൾ നീങ്ങിയത്. ഇതിന് അടിവരയിടുന്നതാണ് BJPയുടെ തന്നെ ആഭ്യന്തര വിലയിരുത്തലുകൾ. പുറമെ 10ഉം 11ഉം സീറ്റുകൾ കിട്ടുമെന്ന് നേതാക്കൾ അവകാശപ്പെടുമ്പോഴും BJP കോർ കമ്മിറ്റിയുടെ രഹസ്യ കണക്കുകളിൽ സംസ്ഥാനത്ത് ഒരിടത്തും വിജയം ഉറപ്പില്ലെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് പുറത്തുവരുന്നത്. BJPയുടെ A ക്ലാസ് മണ്ഡലമായ പാലക്കാട് പോലും ഇത്തവണ കൈവിട്ടു പോകുമെന്ന ആശങ്കയിലാണ് നേതൃത്വം. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 1, പാലക്കാട് വോട്ടിനായി പണം നൽകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. BJPയെ വലിയ രീതിയിൽ ഇത് പ്രതിരോധത്തിലാക്കി. ഇത് പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല, സമീപത്തെ മലമ്പുഴ അടക്കമുള്ള മണ്ഡലങ്ങളിലും വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാക്കുമെന്ന് പാർട്ടി ഭയക്കുന്നു. 2ാമത്തേത്, ജനപ്രിയ നടൻ രമേശ് പിഷാരടിയെ പാലക്കാട് മൂത്താന്തറയിൽ വെച്ച് BJP പ്രവർത്തകർ തടഞ്ഞ സംഭവമാണ്. BJP പ്രവർത്തകർ പ്രകോപനം ഉണ്ടാക്കിയപ്പോഴും ഒട്ടും പ്രകോപിതനാകാതെ പക്വതയോടെ മടങ്ങിപ്പോകാൻ തയ്യാറായ പിഷാരടിയുടെ നിലപാട് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി. ഇത് BJPക്കെതിരെയുള്ള വികാരമായി മാറാൻ കാരണമായിട്ടുണ്ട്. ഇതുകൂടാതെ ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി വലിയ രീതിയിൽ ധ്രുവീകരിക്കപ്പെട്ടതും BJPയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിച്ചു. മഞ്ചേശ്വരം, കഴക്കൂട്ടം, നേമം എന്നിവിടങ്ങളിൽ ഒന്നും വിജയം ഉറപ്പിക്കാനാവില്ലെന്നാണ് താഴെ തട്ടിൽ നിന്നുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ക്രൈസ്തവ വോട്ടുകൾ പാർട്ടിയിലേക്ക് വരുമെന്ന BJPയുടെ അവസാന പ്രതീക്ഷയും അസ്ഥാനത്തായിരിക്കുകയാണ്. ആ നിരാശയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭാ നേതൃത്വത്തിനെതിരെ BJP അനുകൂലികൾ നടത്തുന്ന വിമർശനങ്ങൾക്ക് പിന്നിലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ചുരുക്കത്തിൽ സർവ്വസന്നാഹങ്ങളുമായി ഇറങ്ങിയിട്ടും BJPക്ക് വട്ടപൂജ്യമാകേണ്ടി വരുമോ എന്ന അവസ്ഥയാണിപ്പോൾ. അവസാന നിമിഷം ഷാഫി പറമ്പിൽ നടത്തിയ കരുനീക്കങ്ങളിൽ ശോഭാ സുരേന്ദ്രന്റെ സ്വാധീനം ഇല്ലാതാകുകയും BJPയുടെ കണക്കുകൂട്ടലുകൾ പാളുകയും ചെയ്യുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്.